PDF കാണാമോ? കാണാം. മിസ്സേ കാണാം. യെസ്. ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ മാം. എന്റെ പേര് ശാസ്ത്ര. പേര് ഞാനാണ്. വെളിച്ചമേ കേൾക്കുന്നില്ല കേട്ടോ. ശക്തിതാ. ഹലോ. കേൾക്കാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, ഇൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ ഇന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും വെളിച്ചമേ, ഇൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ ഇന്നും എന്നിൽ ചൊരിയണമേ. നല്ല ചിന്തയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, ഇൻകരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറിക്കുവാൻ എന്നും എന്നിൽ ചൊരിയണമേ. Okay, thank you. Okay, thank you. Thought of the day. Thought of the day. There are no secret to success. It is the result of preparation, hard work, and learning from failure. This is quoted by Colin Powell. And this quote emphasizes that success is achieved through consistent effort, dedication, and the ability to learn from setbacks rather than relying on luck or quick fixes. Thank you. Okay, Arya. Thank you. Sign in. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഞാൻ മലയാളത്തിലെ കുട്ടികളുടെ കവിയായ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മലയാളത്തിലെ ആധുനിക കവിതകളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ. ദാർശനിക മേമ്പൊടിയുള്ള ഹ്രസ്വ കവിതകളിലൂടെ ശ്രദ്ധേയനായി. ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. ഇക്കാരണത്താൽ കുട്ടി കവിതകളാണ് കുഞ്ഞുണ്ണി മാഷിന്റെ സവിശേഷതയെന്ന ധാരണ വേരൊഴിച്ചു പോയിട്ടുണ്ട്. ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മുസുവിന്റെയും അതിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി 1927 മെയ് 10 കുഞ്ഞുണ്ണി മാഷ് ജനിച്ചു. ഈരടികൾ മുതൽ 4 വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകൾ ഏറെയും. കുഞ്ഞുണ്ണി കവിതകളും ബാലകവിതകളും വേർപിരിയുന്ന അതിർവരമ്പ് നേർത്തതാണ്. അതിനാൽ അദ്ദേഹം പലപ്പോഴും ബാലസാഹിത്യകാരനായാണ് പരിഗണിക്കപ്പെടുന്നത്. ബാലസാഹിത്യം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗവുമായിരുന്നു. വലപ്പാടുള്ള അതിയാരത്ത് വീട്ടിൽ കുട്ടികൾ മാഷെ തേടിയെത്തുക പതിവായിരുന്നു.
കുട്ടികളുമായി സല്ലപിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു അപ്പൂപ്പനായി വാർദ്ധകാലത്ത് അദ്ദേഹം കഴിഞ്ഞു. കുട്ടികളുടെ കത്തുകൾക്ക് മറുപടിയും കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾക്ക് തിരുത്തലുകളും പോസ്റ്റ് കാർഡുകൾ അദ്ദേഹം അയച്ചു. തന്റെ പൊക്കമില്ലായ്മയെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. ആ ജീവനാന്തം അവിവാഹിതനായിരുന്ന കുഞ്ഞുണ്ണി മാഷ് വലപ്പാടുള്ള തന്റെ തറവാട്ടിൽ വെച്ച് 2006 മാർച്ച് 26 അന്തരിച്ചു. കുഞ്ഞുണ്ണി മാഷിന്റെ ചില പുസ്തകങ്ങൾ: ഊണ് തൊട്ടുറക്കം വരെ, പഴമൊഴി പത്താലം, കവിതകൾ വിത്തും മുത്തും, പഴഞ്ചൊല്ലുകൾ, അക്ഷരത്തെറ്റ്, കളിക്കോപ്പ്, കുട്ടി പെൻസിൽ, അങ്ങനെ. കുഞ്ഞുണ്ണി കവിത: സത്യമേ ചൊല്ലാവൂ, ധർമ്മമേ ചെയ്യാവൂ, നല്ലതേ നൽകാവൂ, വേണ്ടതേ വാങ്ങാവൂ. സൈനിങ് ബൈ VGK. താങ്ക് യു. Thank you. Yes, very good afternoon to all. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Good afternoon. Yes. എന്തൊക്കെയുണ്ട്? സുഖാണോ എല്ലാവർക്കും? സുഖം. സുഖം. ക്ലാസ്സിൽ ഇല്ലേ? ഇതുവരെ എല്ലാം ടീച്ചറിന്റെ അല്ലേ? പോർഷൻസ് എടുത്തോ ടീച്ചർ? സ്റ്റാർട്ട് ചെയ്തോ? തീർന്നില്ല. ഏതാണ് എടുത്തത് ടീച്ചർ? ജിഷേഡ് മിസ് എടുത്തു. ഹെൽത്ത്, വെൽനസ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മള് പാർട്ട് 2 ഭാഗങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? യെസ്. ടെക്സ്റ്റ് കിട്ടി. ഇല്ല, ടെക്സ്റ്റ് കിട്ടിയില്ല. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല മാം. ഓക്കെ, ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഓർഡർ നാളെ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പുതിയതായി വന്നതാ. ശരി ശരി. ഇന്ന് യൂണിറ്റ് 1 നമ്മള് പാർട്ട് 2 കേട്ടോ. ടെക്സ്റ്റിൽ നമ്മൾ മൊഡ്യൂൾ 1 പാർട്ട് 2 യൂണിറ്റ് 1 ആണ് എടുക്കുന്നത്. PDF കിട്ടോ മാം? PDF ആയിട്ടാണോ? ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം കേട്ടോ. വാങ്ങിക്കാം. അതല്ല, ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് PDF ആണെങ്കിലും കിട്ടോ? നോക്കിയാൽ മതി. ക്ലാസ് കാണുമ്പോൾ നോട്ട് ചെയ്യാം, ലെക്ചർ നോട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളവരെല്ലാവരും മ്യൂട്ട് ചെയ്തേ. യെസ്, നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. നമുക്ക് ഈ ഒരു ടേം കേൾക്കുമ്പോൾ രണ്ടും ഏകദേശം ഒന്നാണെന്ന് തോന്നും അല്ലെ? ഡെവലപ്മെന്റും ഗ്രോത്തും ഒന്നാണോ? ആണോ? വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും? ഒന്നല്ല, വ്യത്യാസമുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ ഒരു പരിധി വരെ അറിഞ്ഞിരുന്നത് ഡെവലപ്മെന്റും ഗ്രോത്തും ഏകദേശം ഒന്നാണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ രണ്ട് വ്യത്യസ്ത ഡയമെൻഷൻസ് ഉള്ള പ്രോസസ്സാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനെ പറ്റിയപ്പോ വികസനത്തിന്റെയും വളർച്ചയെയും കുറിച്ചാണ്. ആരുടെ വികസനത്തിന്റെ വളർച്ചയാണ്? കുട്ടികളുടെ അല്ലെ? കുട്ടികളുടെ വളർച്ച, വികസനത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. Growth and development. Human development is a lifelong process which is connected with physical, behavioral, cognitive and emotional growth and change. In the early stages of life, from babyhood, childhood to adolescence, and adolescence to adulthood, tremendous changes take place. Through the process, each person develops an attitude, the values that guide choice, relationships, and understanding. Okay, എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? മനുഷ്യ വികസനം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറയുന്നത്? മനുഷ്യ വികസനം ഒരു ആജീവനാന്ത പ്രക്രിയയാണ് അല്ലെ? മനുഷ്യർ ഓരോ ദിവസവും എന്താണ് അവരുടെ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്.
അല്ലെ? അപ്പോ മനുഷ്യ വികസനം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത പ്രക്രിയയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോയിന്റ് നെക്സ്റ്റ് ഉള്ളവര് കേട്ടോ. Okay, human development is a lifelong process which is connected with physical, behavioral, cognitive and emotional growth and changes. ഇനി മനുഷ്യന്റെ വികസനം എന്ന് പറയുമ്പോൾ ഒരു ആസ്പെക്ട്സിലാണ്, ഒരു കാര്യത്തിൽ മാത്രമാണോ മനുഷ്യർ വികസിക്കുന്നത്? ഒരു കാര്യത്തിൽ മാത്രമാണോ? അല്ല, പലതരത്തിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കണക്ഷൻസ് അതിൽ വരുന്നുണ്ട്? ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ എങ്ങനെയുള്ളവരാണ്? വികാര വിചാരങ്ങളുള്ളവരാണ്. പല സ്റ്റേജസിൽ കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വികസനം നമ്മളിൽ സംഭവിക്കുന്നു. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റപരമായിട്ട് അല്ലെ? നമ്മുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ സ്വഭാവവും എല്ലാവരുടെയും ഒരേപോലെയാണോ? എല്ലാവർക്കും? അല്ല, വ്യത്യസ്തമാണ് അല്ലെ? എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറൻസ് ആയിട്ടുള്ളവരാണ്, വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളവരാണ്. നമ്മൾക്ക് പെരുമാറ്റങ്ങളിൽ എന്തുണ്ടായിരിക്കും? വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പെരുമാറ്റത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട് അല്ലെ? ഒരേ പെരുമാറ്റം തന്നെ ആയിരിക്കില്ല എല്ലാവരിലും ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ന് കാണിക്കുന്ന ഒരു ബിഹേവിയർ ആയിരിക്കില്ല നാളെ കാണിക്കുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും? വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഡെവലപ്മെന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. കൊഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. എന്താണ് കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത്? വൈജ്ഞാനികമായിട്ട് അല്ലെ? നമുക്ക് ബുദ്ധിപരമായിട്ടും എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട് അല്ലെ? കൊഗ്നിറ്റീവ് മീൻസ് വൈജ്ഞാനികപരമായി. വൈജ്ഞാനികം, ഇന്റലക്ച്വൽ എന്ന് പറയും. വൈജ്ഞാനികം. ബുദ്ധിപരമായിട്ട് നിന്ന് എഴുതി വെച്ചോ. ബുദ്ധിപരമായ വികസനം നമ്മളിൽ ഉണ്ടാകുന്നില്ലേ? ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ല നമുക്ക്. ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു? ഇമോഷണൽ മീൻസ് എന്താണ്? വൈകാരികമായിട്ട് നമുക്ക് വളർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലെ? അതായത് ഇമോഷൻസ്, ഒരാൾക്ക് ഒരു ഇമോഷൻ ആണ് ഒരാൾ ഡെയിലി കൈകാര്യം ചെയ്യുന്നത്. സങ്കടം എന്നൊരു ഇമോഷൻ മാത്രമാണോ? അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്ന ഇമോഷൻ മാത്രമാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ആണോ? അല്ല, പല ഇമോഷൻസ് മനുഷ്യരിൽ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ പ്രക്രിയ അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്ന പല ആസ്പെക്ട്സിലൂടെ കടന്നു പോകും. ഫിസിക്കൽ ആസ്പെക്ട്സ്, ബിഹേവിയറൽ ആസ്പെക്ട്സ്, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ചേഞ്ചസ്. ഇത്തരം കാര്യത്തിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ആജീവനാന്ത പ്രക്രിയ അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അവിടം വരെ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? In the early stages of life, from babyhood to childhood, childhood to adolescence, and adolescence to adulthood, tremendous changes take place. അപ്പൊ നമ്മളുടെ മനുഷ്യരുടെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ, സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജ് ശരിക്കും ആരംഭിക്കുന്നത് എപ്പോഴാണ്? 0 to 2 years ആണ് അല്ലെ? അതായത് 0 വയസ്സ് മുതൽ, നമ്മുടെ ജനനം മുതൽ അങ്ങോട്ടാണ് നമുക്ക് ഡെവലപ്മെന്റ്സും ഗ്രോത്തും സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ 0 to 2 0 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്താണ്? നമ്മൾക്ക് പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. 2 വയസ്സിന് അങ്ങോട്ട് ഇപ്പുറത്തുള്ള കാലഘട്ടത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓരോ ഏജസ് കഴിയുന്തോറും എന്താണ്? മനുഷ്യരിൽ അല്ലെങ്കിൽ കുട്ടികളില് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഫിസിക്കലായിട്ട്, കോഗ്നിറ്റീവ് ആയിട്ട്, മെന്റൽ ആയിട്ട്, അതുപോലെ തന്നെ ബിഹേവിയറൽ ആയിട്ട് ഒക്കെ എന്തുണ്ട്? വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്? ലൈഫിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്. ബേബിഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബേബിഹുഡ് ജനനം മുതലുള്ള ചൈൽഡ്ഹുഡ് വരെയുള്ള. ചൈൽഡ്ഹുഡ് മീൻസ്
ഒരു ഒരു ബാല്യകാലം. ബാല്യകാലം. ബാല്യകാലം അല്ലെ? ജനനം മുതൽ ബാല്യകാലമുള്ള പീരീഡ്. ആ പീരീഡിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ പല സ്റ്റേജസിലൂടെ ആ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ട്. പല ബിഹേവിയർ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. കൈകാലുകൾ വളരുന്നു, മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള പെരുമാറ്റത്തില് ആ ഒരു സമയത്ത് വ്യത്യാസം വരുന്നു. ഇനി ചൈൽഡ്ഹുഡ് ടു അഡോളസെന്റ്, അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ്. എന്താണ് ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ് എന്ന് പറയുമ്പോൾ? ബാല്യകാലം മുതൽ ഏത് കാലഘട്ടം വരെ? അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കൗമാര കാലഘട്ടം അല്ലെ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജസ് ആണെന്ന് പറയാം നമുക്ക് അല്ലെ? ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ചൈൽഡ്ഹുഡ് ടു അഡോളസെൻസ് സ്റ്റേജസിൽ നമുക്ക് പല വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അഡോളസെൻസ് ടു അഡൽട്ട്ഹുഡ്. അഡോളസെൻസ് ടു അഡൽട്ട്ഹുഡ് പറയൂ. യൗവനം. കൗമാരകാലം മുതൽ യൗവനകാലം വരെ. യെസ്. ഈ ഒരു 4 സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു 3 സ്റ്റേജിൽ എന്താണ്? ടെർമൻഡൽസ് ആയിട്ടുള്ള ചേഞ്ചസ്. ടെർമൻഡൽസ് മീൻസ് അതിഗംഭീരമായിട്ടുള്ള അല്ലെ? ടെർമൻഡൽസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഓരോ കുട്ടിയിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റേജസ് ഒന്നുകൂടി ഒന്ന് നോക്കിയേ. ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഫ്രം ബേബിഹുഡ് ടു ചൈൽഡ്ഹുഡ്, then childhood to adolescence, then adolescence to adult. Okay, നമ്മളെല്ലാവരും ഈ സ്റ്റേജസിൽ കൂടി കടന്നു പോയവരാണ് അല്ലെ? നമുക്കറിയാം നമ്മൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എപ്പോഴാണ്? ഇപ്പോഴാണ് അല്ലെ? നമ്മൾ ഇതൊക്കെ ഈ സ്റ്റേജസിലൂടെയാണ് നമ്മളും കടന്നു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികളെ ഇനി ഈ ഒരു സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ധാരണ ആർക്കുണ്ടായിരിക്കണം? നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും കുട്ടികളോട് ഇനി ബിഹേവ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റാറ്റസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇതൊക്കെ ഏതൊക്കെ വയസ്സിലാണ് ഈ ഒരു ഘട്ടങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ വയസ്സിലാണെന്ന്? ഇപ്പൊ ഒരു ഇൻഫാന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശിശുവിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്റ്റേജ് ആയിരിക്കും? ഏത് വയസ്സ് മുതൽ ഏത് വയസ്സായിരിക്കും? 0 to 4. 0 to 3 years അല്ലെ? 0 to 3 years. ഒന്ന് നോട്ട് ചെയ്ത് വെക്കോളൂ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കോളൂ. ഇൻഫാൻസി സ്റ്റേജ്. ഇൻഫാൻസി സ്റ്റേജ് അതായത് ജനനഘട്ടം മുതലുള്ള ഒരു സമയം. ഏകദേശം 0 to 3 years എന്നാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. 0 to 3 years. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഏർലി ചൈൽഡ്ഹുഡ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെ ആയിരിക്കും? ഏർലി ചൈൽഡ്ഹുഡ് 3 to 6 years. 3 to 6 years. Early childhood. 3 to 6 years. നോട്ട് ചെയ്യുന്നുണ്ടോ ടീച്ചർ പറയുന്നത്? Yes, ma'am. എന്താ? 0 to 3 years. ഇൻഫാൻസി സ്റ്റേജ്. ഇൻഫാൻസി അതായത് ജനനഘട്ടം. ശിശുക്കളായിരിക്കുന്ന ഒരു സമയം മുതൽ ഏത് കാലഘട്ടം വരെയാണ്? 3 years വരെയാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? 3 to 6 years. ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും? മിഡിൽ ചൈൽഡ്ഹുഡ് 6 to 9. Yes, very good. 6 to 9 years. Okay, middle childhood, 6 to മധ്യബാലം എന്നൊക്കെ പറയില്ലേ? മധ്യബാല്യകാലം എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ത് സൂചിപ്പിക്കുന്നത്? മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്തായിരിക്കും? ലേറ്റർ ചൈൽഡ്ഹുഡ് 9 to 12. Yes, 9 to 12 years. Later childhood എന്ന് പറയുന്നത് 9 to 12 years ആണ്. 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഇത് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്.
ഓക്കെ. അഡോളസൻസ് ഏത് കാറ്റഗറിയിൽ നമുക്ക് പറയാം? അഡോളസൻസ് കൗമാര കാലഘട്ടം ഏത് വയസ്സ് മുതലാണ്? 12 to 12 വയസ്സ് മുതൽ 18 ഇയേഴ്സ് വരെയാണ് അല്ലെ? പക്ഷെ പല പഠനങ്ങളിലും അത് 19 വയസ്സ് വരെയൊക്കെ പറയുന്നുണ്ട്. പല പഠനങ്ങൾക്ക് വിധേയമായിട്ട് 19 വയസ്സ് വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറയാം. അല്ലാത്ത പക്ഷം എങ്ങനെയാണ്? ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അഡോളസൻസ് പീരീഡ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. 12 to above 80. About 80s വരെയാണ് എന്ത്? അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം. ഓക്കെ. അപ്പൊ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുഞ്ഞ് കടന്നു പോകുന്നത്. ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടിയിൽ സംഭവിക്കുന്നുണ്ട്. 2 രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഒന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. യെസ്. Throughout the process, each person develop an attitude and values that guide choice, relationships, and understanding. ഇനി ഓരോ സ്റ്റേജ് കഴിയുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളിലും എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ, എന്തൊക്കെ വികസനങ്ങളാണ് സംഭവിക്കുന്നത്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും ബിഹേവിയർ ചേഞ്ച്, ആറ്റിറ്റ്യൂഡ്, പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഫിസിക്കൽ ഗ്രോത്ത്, പറഞ്ഞത് നോക്കി. ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരത്തില്ലേ? മനോഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. വാല്യൂസ്, പലതരത്തിലുള്ള മൂല്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ദെൻ ചോയ്സസ് എന്താണ് നമ്മളുടെ? ചോയ്സ് മീൻസ് ചോയ്സ് എന്താണ്? അല്ലെ? പലതരത്തിലുള്ള വരുന്നുണ്ട്. ദെൻ റിലേഷൻഷിപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അർത്ഥപൂർണമായിട്ട് പല സ്റ്റേജസും കഴിയുന്നതിനനുസരിച്ച് ഒരു കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. അപ്പൊ സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഫിസിക്കലി അല്ലെങ്കിൽ ബിഹേവിയറലായിട്ട് ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ആറ്റിറ്റ്യൂഡ് മാറുന്നു, വാല്യൂസിൽ വ്യത്യാസം ഉണ്ടാവുന്നു, ചോയ്സ് മാറുന്നു, നമുക്ക് റിലേഷൻഷിപ്പ്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇത്തരം ഡെവലപ്മെന്റ്സ് ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഈ ലൈഫ് ലോങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ഓക്കെ. യെസ്. മനസ്സിലായോ പാരഗ്രാഫ്? എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? ഒന്നുകൂടി പറയാം ടീച്ചർ. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇത് രാജ്യവിനാത്ത പ്രക്രിയയാണ്. നിരവധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കുട്ടികൾ കടന്നു പോകുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നത്? ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഇനി കുട്ടികൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ബേബിഹുഡ് ടു അഡൽട്ട്ഹുഡ്, ചൈൽഡ്ഹുഡ്, ദെൻ ചൈൽഡ്ഹുഡ് ടു അഡോളസൻസ് ആൻഡ് അഡോളസൻസ് ടു അഡൽട്ട്ഹുഡ്സ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്റ്റേജസിൽ നിന്ന് കുട്ടികൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ രൂപീകരിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ ബിഹേവിയറലായിട്ട് കുട്ടിയിൽ പലതരത്തിലുള്ള ബിഹേവിയർ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അത് ആറ്റിറ്റ്യൂഡ്സിൽ വ്യത്യാസം വരുന്നു, വാല്യൂസ്, ചോയ്സസ്, റിലേഷൻഷിപ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഈ രീതിയിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. മനസ്സിലായോ പാരഗ്രാഫ്? ഓക്കെ മാം. ഓക്കെ. വിടാതിരിക്കുന്നിട്ടാ പറയണേ. ഇനി പോർഷൻ ടു ഡയമെൻഷൻ ഓഗ്മെന്റേഷൻ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്താണ് ഡെവലപ്മെന്റ്? മലയാളത്തിൽ ഒന്ന് പറഞ്ഞ എന്തായിരിക്കും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? കുട്ടിയുടെ വളർച്ചയിലുള്ള വികാസമാണോ? അപ്പൊ എന്താണ് ഇപ്പൊ ഗ്രോത്ത്? എന്താണ് വ്യത്യാസം? ഡെവലപ്മെന്റ്.
ഒരാൾ പറഞ്ഞു വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് വളർച്ച? അപ്പൊ എന്താണ് ഗ്രോത്ത്? ഫിസിക്കലി ഉണ്ടാകുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് എൻവയോൺമെന്റ്, പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് എൻവയോൺമെന്റിൽ നിന്ന് കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. വെരി ഗുഡ്. അപ്പൊ നമുക്കതൊരു ഡെഫിനേഷൻ പോലെ ഒന്ന് പഠിച്ചു. രണ്ടും എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഡെവലപ്മെന്റ്, എന്താണ് ഗ്രോത്ത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ എന്താ എഴുതേണ്ടത്? ടീച്ചർ ഡെഫിനേഷൻ പറയാം, അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, യെസ് പറയട്ടെ. പറഞ്ഞോളൂ. ഗ്രോത്ത് ഈസ്, നമുക്ക് ആദ്യം ഗ്രോത്ത് പറയാം. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. ഗ്രോത്ത് ഈസ് quantitative in nature. Okay, കഴിഞ്ഞു. And it is not a continuous process. And it is not a continuous process. And it is structural in nature. And it is structural in nature. And it is structural in nature. ഒന്നുകൂടി പറയാം. Growth is quantitative in nature. Growth is quantitative in nature. And it is not a continuous process. And it is not a continuous process. And it is structural in nature. And it is structural in nature. Okay, എഴുതിയുള്ളവരും? Okay, ma'am. Complete. Okay, ma'am. Okay, ma'am. യെസ്. എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഗ്രോത്ത് നമുക്ക് അളക്കാൻ പറ്റുമോ? വളർച്ച അളക്കാൻ പറ്റുമോ? പറ്റും അല്ലെ? ഒരാളുടെ സൈസ്, വെയിറ്റ്, ഹൈറ്റ് ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? അളക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്വാണ്ടിറ്റി അതിനെ അളക്കാൻ പറ്റുന്നതാണ്. യെസ്, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയാണോ? നമ്മൾക്ക് നമ്മളുടെ വെയിറ്റും ഹൈറ്റും ഒരു പരിധി വരെയല്ലേ പോകുള്ളൂ. കുറെ കഴിഞ്ഞാൽ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളർച്ച ഉണ്ടാവോ? അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണോ? തുടർച്ചയായ പ്രക്രിയയാണോ ഇത്? അല്ല, അല്ലെ? ഇറ്റ് ഇസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു തുടർച്ചയായ പ്രക്രിയ അല്ല എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് നിൽക്കും അല്ലെ? ഒരു പ്രായം വരെ നമ്മുടെ ഏകദേശം ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഹൈറ്റ് നിന്നു, സ്റ്റോപ്പായി, ഗ്രോത്ത് സ്റ്റോപ്പായി. അതേപോലെ വെയിറ്റിൽ വേരിയേഷൻസ് വരും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ അത് ഏകദേശം സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോയി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. സൈസ്, ഇതിലൊക്കെ എന്താണ് ഒരു പരിധി വരെ മാത്രമേ ഇതിന്റെ എന്തുണ്ടാവുള്ളൂ, വളർച്ച സംഭവിക്കുന്നുള്ളൂ. അല്ലാത്ത സമയം എന്താണ്, അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് അളക്കാൻ പറ്റുന്നതാണ് വളർച്ച എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയല്ല, നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ. എന്താണ് സ്ട്രക്ചറൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞാല്? എന്താണ് സ്ട്രക്ചറൽ നേച്ചർ? ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ലേ? വളർച്ച നമുക്ക് കാണാൻ പറ്റില്ലേ? ഒരാളുടെ കൈ വളരുന്നു, കാൽ വളരുന്നു, ഹൈറ്റ് വെക്കുന്നു, കാണാൻ പറ്റില്ല നമുക്ക്? അതുകൊണ്ടാണ് അത് സ്ട്രക്ചറൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കാം, ഇത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ഒരു പ്രായം എത്തുന്ന സമയത്ത് ഗ്രോത്ത് നിൽക്കുന്നു. നമുക്കൊരു ഏജ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഗ്രോത്ത് സ്റ്റോപ്പ് ആകുന്നു. എന്താണ് വളർച്ചയുടെ അളവ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരാൾ വണ്ണം വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ? തടി കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും, മെലിയുന്നത് കാണാൻ പറ്റും, ഹൈറ്റ് കൂടുന്നത് കാണാൻ പറ്റും, ഹൈറ്റ് കുറയുന്നത് കാണാൻ പറ്റും. ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ അതാണ് എന്ത്
വളർച്ച എന്ന് പറയുന്നത്. That is growth. Okay, growth is quantitative in nature and it is not a continuous process. It's structural in nature. മനസ്സിലായോ എന്താണ് വളർച്ചയെന്ന്? Yes, ma'am. Yes, ma'am. എല്ലാവരും നമ്മുടെ ക്ലാസ്സില് കുറച്ച് ഗ്യാപ്പുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് കയറിയവരുണ്ടോ? എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പറയാം. ഉണ്ട്. 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് മിസ്സേ. കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് കേട്ടോ, ഒരു പ്രശ്നമില്ല. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിൽ പക്ഷെ പറയണം കേട്ടോ. ക്ലിയർ ആകുന്നില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം. ഗ്രോത്ത് എന്താണെന്ന് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലായോ? എന്താണ് വളർച്ചയെന്ന്? യെസ്. ഇനി ഡെവലപ്മെന്റ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡെവലപ്മെന്റ് എന്താണ് അത് ആദ്യം പഠിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം കേട്ടോ. ഡെവലപ്മെന്റ്, ഗ്രോത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. യെസ്. അപ്പോ ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. യെസ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു ക്വാളിറ്റേറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. യെസ്, വെരി ഗുഡ്. ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെ? നമ്മളുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് ക്വാളിറ്റി അറിയാൻ പറ്റുന്നത് ഡെവലപ്മെന്റില്? ബിഹേവിയറിലൂടെ മനസ്സിലാവും. ബിഹേവിയറിലൂടെ. വെരി ഗുഡ്. യെസ്. നമുക്കപ്പോ ഡെവലപ്മെന്റിൽ ചേഞ്ചസ് വരാന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പൊ ഒരാള് ഏറ്റവും മോശം സ്വഭാവത്തിലൂടെ കടന്നു പോവാണ്. ഏറ്റവും മോശം സ്വഭാവത്തിലാണ് അയാൾ കടന്നു പോകുന്നത്. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് എന്താണ്, അയാൾ എപ്പോഴോ തിരിച്ചറിഞ്ഞു ഈ ഒരു സ്വഭാവം നല്ലതല്ല അല്ലെ? ഈ ഒരു സ്വഭാവം നല്ലതല്ല എന്ന് മനസ്സിലായ പിന്നീട് അങ്ങോട്ട് എന്താണ് അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. സ്വഭാവം മാറി വന്ന സമയത്ത് അയാളുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ നന്നായി, നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. ആ പെരുമാറ്റം നല്ലൊരു ക്വാളിറ്റി ഉള്ളതായി മാറി അല്ലേ? യെസ്, മനസ്സിലായോ? അതായത് ഏറ്റവും മോശം സ്വഭാവത്തിലൂടെ കടന്നുപോയ ആളായിരുന്നു, പക്ഷെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൽ എന്ത് സംഭവിച്ചു? ആ പെരുമാറ്റം മോശമാണെന്ന് സ്വയം തിരിച്ചറിയുന്ന സമയത്ത് ആൾ എന്ത് സംഭവിച്ചു? പിന്നീട് അത് മാറ്റാനുള്ള ടെൻഡൻസി അദ്ദേഹം കൊണ്ടുവന്ന് ആ സ്വഭാവം മാറ്റി. അവിടെ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടായി. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ആയിട്ടുള്ള ബിഹേവിയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ നമുക്ക് ബിഹേവിയറിൽ അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് അവിടെ അയാൾക്ക് ഡെവലപ്മെന്റ് ആണ് അവിടെ സംഭവിച്ചത്. മനസ്സിലാക്കണം. അയാൾ തിരിച്ചറിഞ്ഞ അയാളുടെ പെരുമാറ്റം മോശമാണ്, അല്ലെങ്കിൽ ആ കുട്ടി തിരിച്ചറിഞ്ഞ കുട്ടിയുടെ പെരുമാറ്റം മോശമാണെന്ന് മനസ്സിലായ സമയത്ത് എന്ത് ചെയ്തു? ആ സ്വഭാവം മാറ്റാൻ തീരുമാനിച്ചു അല്ലെ? ആ സ്വഭാവം മാറ്റി. അവിടെ എന്ത് സംഭവിച്ചു? ആൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നല്ല സ്വഭാവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് മാറുന്നത്. അപ്പൊ ആൾക്ക് അവിടെ സംഭവിച്ചത് എന്താണ്? വികസനമാണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യാം. ഡെവലപ്മെന്റ് refers to Development refers REFERS. Development refers to the changes in behavior. മിസ് ഒന്നും കൂടി പറയോ? ക്ലിയർ ആയില്ല. Yes. Development refers 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 to TO. Development refers to the changes in behavior, the changes in behavior, the changes in behavior, progressive in nature, changes in behavior, progressive in nature. Progressive nature, NATURE, nature. It
IT, it occurs. OCC, OURS, occurs. മിസ് നാച്ചുറൽ ഇറ്റ് Nature occurs. OCCURS, occurs. Through, THROUGH. Occurs through maturation. THROUGH, through maturation. 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 Maturation and experience. Maturation and experiences. Okay, ma'am. Development refers to the changes in behavior, progress in nature. It occurs through maturation and experience. Ma'am, ഒന്നും കൂടെ പറയാം അതിന്റെ. It refers to the changes in behavior. It refers to the changes in behavior. Progressive in nature. Progressive in nature. It occurs through maturation and experience. Occurs means സംഭവിക്കുക കേട്ടോ. occur എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക. അപ്പൊ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വികസനം എന്ന് പറയുന്നത് എന്താണ്? പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതിലുണ്ടാകുന്ന പ്രോഗ്രസീവ്. എങ്ങനെയാണ് മാറ്റം വരുന്നത്? നമ്മളുടെ എന്തിലൂടെയാണ് നമുക്ക് മാറ്റം വരുന്നത്? ചുറ്റുപാടിൽ നിന്ന് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്, അതായത് നമ്മളുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നമ്മൾക്ക് എന്താർജിക്കുന്നത്? പക്വതയാർജിക്കുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? വികസനം സംഭവിക്കുന്നത്. ഓരോ ദിവസം തോറും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ആരൊരാള് മൈക്ക് ഓൺ ആണ്, മ്യൂട്ട് ചെയ്യണേ. യെസ്, അതായത് ഒരു വ്യക്തിയുടെ ഗുണത്തിലുള്ള വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ക്വാളിറ്റീസ് അല്ലെ, അയാള് അതായത് നല്ല ബിഹേവിയർ കാണിക്കുമ്പോൾ എന്താണ്? ആൾക്ക് നല്ല ഡെവലപ്മെന്റ്സ് അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരു വ്യക്തിയുടെ ഗുണത്തിലുള്ള വർധനവാണ് ഇത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന വികാസങ്ങൾ, പെരുമാറ്റത്തിലുള്ള വ്യത്യസ്തതയെ നമുക്ക് എന്ത് പറയാം? ഡെവലപ്മെന്റ് എന്ന് പറയാം. ഡെവലപ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഡെവലപ്മെന്റ് നിൽക്കുന്നുണ്ടോ? എവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുന്നുണ്ടോ ഡെവലപ്മെന്റ്? വികസനം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കണ്ടിന്യൂസ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ എന്ത് സംഭവിക്കുന്നുണ്ട്? മനുഷ്യരുടെ ഡെവലപ്മെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നു. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മെച്ചുറേഷൻ, ഒരു പക്വതയാർജിക്കുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആകുന്നു അല്ലെ? അതാണ് വളർച്ച എന്ന് പറയുന്നത്. വികസനം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയ അല്ല. എന്ത്? വളർച്ച. വികസനം എന്നത് കണ്ടിന്യൂസ് ആയുള്ള പ്രക്രിയയാണ്. ഗ്രോത്ത് സ്ട്രക്ചറൽ ആണോ? ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണോ? ഗ്രോത്ത് നമുക്ക് വളർച്ച നമുക്ക് കാണാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഒരാളുടെ സൈസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നമുക്ക് എന്താണ്? മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റോ? ഇല്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡെവലപ്മെന്റിൽ ഒരാളുടെ പെരുമാറ്റത്തിലെ ക്വാളിറ്റീസിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. രണ്ടും എന്താണെന്ന് മനസ്സിലായോ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് രണ്ടും രണ്ടാണെന്ന് മനസ്സിലായോ? യെസ് മാം. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് പോകാം.
എക്സ്ട്രാ ഇതേപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് പറയുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിലില്ല എന്ന് ഓർത്തിട്ട് ഇല്ലാത്ത ടീച്ചർ പഠിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കണ്ട. ഉള്ളതിന്റെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ആയിരിക്കുള്ളൂ. അത് കിട്ടിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അറിവും ചെറുതായി പോകുന്നില്ല കേട്ടോ. അപ്പൊ ചിലപ്പോൾ ചില തിയറീസിൽ നിങ്ങൾക്ക് ഒരു ഭാഗം ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ എക്സ്ട്രാ അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇനി പഠിക്കാനൊരു അവസരം കിട്ടുന്നില്ലല്ലോ. പ്രത്യേകിച്ച് സൈക്കോളജി ക്ലാസ് ഒക്കെ പറയുമ്പോൾ തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സൈക്കോളജി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് അവസരം കുറവാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെറിയ തിയറി ആണെങ്കിലും അതിൽ ചിലപ്പോൾ ഒരു സ്റ്റേജ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ 2-3 സ്റ്റേജുള്ള തിയറികളാണെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തരും കേട്ടോ. നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്തായാലും ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവിടെ വരുമ്പോൾ കിട്ടേണ്ടത്. മാക്സിമം പറ്റുന്ന രീതിയിൽ ഞങ്ങളത് പറഞ്ഞു കേട്ടോ. ടെക്സ്റ്റിലില്ല എന്നോർത്ത് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്തോ. മാം എഴുതി തന്ന ഡെവലപ്മെന്റിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഡെവലപ്മെന്റ്. അത് സംഭവിക്കുന്നത് മെച്ചുറേഷനും എക്സ്പീരിയൻസിലൂടെയാണെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ. എന്താണ് എഴുതിയിട്ടുള്ളത്? അങ്ങനെയാണോ? ഓക്കെ. പിന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടോ? ഓക്കെ, സമ്മതിച്ചു. ടീച്ചർ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കരുത്. അതെന്താണ്, നിങ്ങളിലാണ് ആ ഒരു കുറവ് വരുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണോ അങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സിൽ ഇങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ പതിയെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായിരിക്കണം നിങ്ങൾ എഴുതിയത്. അല്ലാതെ അതേപോലെ തന്നെ കോപ്പി ആയിട്ട് എഴുതരുത് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു അതേപോലെ നിങ്ങൾ നോട്ട് ചെയ്യും. സ്റ്റേജിൽ ഹെഡ് പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ അത് അതേപോലെ തന്നെ നോട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി അത് മാത്രമായിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം. ഞങ്ങൾ പറഞ്ഞു തന്നെയുള്ള ലിമിറ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയ കുറെ കാര്യങ്ങളുണ്ടാവും. അതനുസരിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The term growth portions to dimensional augmentation, cellular multiplication or quantitative changes in sizes, weight and number. Human growth is based on biological events which causes growth physically that naturally happen in the course during the early stages of life. പാരഗ്രാഫ് കേട്ടാൽ തന്നെ അത് പേടിയാവും അല്ലെ. എന്തൊക്കെ സെന്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്? പെട്ടെന്ന് വായിച്ചപ്പോ എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും കിട്ടിയോ? ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതില് സൈസില് വെയിറ്റില് ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഗ്രോത്ത് പോർഷൻസ് ടു ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ. ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വളർച്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു പെരുപ്പം ഉണ്ടാവുന്നത്. നമുക്ക് മനുഷ്യരിൽ പ്രത്യേകമായിട്ട് മനുഷ്യന് വളർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ വളർച്ച ഉണ്ടാവുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിന്റെ വികസനം മൂലമാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്? എന്ത് വികസിക്കുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാവുന്നത്? സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. കോശങ്ങൾ വിഭജിച്ചിട്ട് പലതരത്തിലുള്ള കോശങ്ങൾ വിഭജിച്ചതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുന്നത് അല്ലെ. നമ്മള് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സൈസിൽ ഒരാളുടെ സൈസിൽ വ്യത്യാസം വരുന്നു. കോശവർദ്ധനവും മൂലം നമുക്ക് എന്താണ്? സൈസ് മാറുന്നു, വെയിറ്റ് മാറുന്നു. ഇതൊക്കെ എന്താണ്? കോശത്തിന്റെ ഡെവലപ്മെന്റ്സ് മൂലമാണ്. ശരീരത്തിനകത്ത് കോശങ്ങള് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ വർധനവ് മൂലമാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? വളർച്ച സംഭവിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ കോശപ്പെരുപ്പം മൂലം ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ മൂലം വളർച്ചാ പെരുപ്പം എന്നൊക്കെ വേണ്ടി നമുക്ക് സൂചിപ്പിക്കാം. വർധനവ്, വളർച്ച അല്ലെങ്കിൽ അധികമാവുക. കോശത്തിന്റെ അളവ് അധികമാകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ സൈസില്, ഹൈറ്റിലൊക്കെ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ഓക്കെ മാം, അഗ്മെന്റേഷൻ മീനിങ് ഒന്ന് പറയുമോ? അഗ്മെന്റേഷൻ മീൻസ് എന്താണ്? വർദ്ധിക്കുക അല്ലെങ്കിൽ വർദ്ധിക്കുക എന്ന് എഴുതിയാണ് കേട്ടോ. വർദ്ധിക്കുക അല്ല മാഡം. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോശവർദ്ധനവ്. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാല് കോശവർദ്ധനവ്.
അത് വ്യക്തമായില്ല. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താന്ന് മനസ്സിലായില്ലേ? നമ്മളെ ഓരോരുത്തരിലും വളർച്ച ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കോശങ്ങൾ വിഭജിച്ചുകൊണ്ടാണ് അല്ലെ? കോശവർദ്ധനവ് ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത്? സൈസിൽ വ്യത്യാസം വരും, ഹൈറ്റ് വെയിറ്റ് ഒക്കെ മാറുന്നത് കോശങ്ങളുടെ വർധനവ് മൂലമാണ്. സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വ്യത്യാസം വരുന്നത്. ബയോളജിക്കൽ പ്രോസസ് ആണ് അല്ലെ? നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. നമ്മുടെ വളർച്ച സംഭവിക്കുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് അല്ലെ? മാം, ഈ ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ, ഡയമെൻഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്ന വളർച്ച എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ടേം അവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ആ ഒരു ഡയമെൻഷണൽ ഓഗ്മെന്റേഷൻ മൂലമാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, കോശവർദ്ധനം ഉണ്ടാവുന്നത്. ഓക്കെ, കോശങ്ങൾ വിഭജിച്ചിട്ടാണ് നമ്മുടെ സൈസ് ഒക്കെ കൂടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതൊരു ബയോളജിക്കൽ ഇവന്റ് ആണെന്ന് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇത്ര വലിയ തലപുകഞ്ഞൊന്നും ആലോചിക്കണ്ട കേട്ടോ, അവിടെ അത്ര വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? ഇനി human growth is based on biological events which cause growth physically that naturally happen occurs during the early stages of life. എന്താണ് ഇത് ബയോളജിക്കൽ ഇവന്റ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമായതുകൊണ്ടാണ് ബയോളജിക്കൽ. ഒരു കുട്ടി വളരുന്നത് അല്ലെ, നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, ജീവശാസ്ത്രപരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് മൂലമാണെങ്കിൽ കോശങ്ങൾ വിഭജിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ്? ഓരോരുത്തരുടെ ശരീരത്തിലെ സ്ട്രക്ചറിൽ ഘടനയിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ്? കോശ വിഭജനമാണ് അല്ലെ? ബയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് പലരും രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ കൈകളും കാലുകളും ആണോ? ഒരേപോലത്തെ ഫേസ് ആണോ നമുക്കുള്ളത്? അല്ല. ഫിസിക്കലി നമ്മളെല്ലാവരും എന്താണ്? ഡിഫറെന്റ് ആണ്. കാഴ്ചയിൽ ചിലപ്പോൾ ഒരുപോലെ ആണെങ്കിലും നമ്മളിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്, പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ട്. ഓരോരുത്തരുടെ സൈസും ഹൈറ്റ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ കോശങ്ങളുടെ വിഭജനം മൂലമാണ് നമ്മളിൽ എന്ത് സംഭവിക്കുന്നത്? വളർച്ച ഉണ്ടാകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മീൻസ് അതൊരു ബയോളജിക്കൽ ഇവന്റ് ആണെന്ന് പറയുന്നതിന് കാരണം അതാണ്. കോശവർദ്ധനവ് മൂലമാണ് ഒരു വ്യക്തിയുടെ സ്ട്രക്ചറിലെ ഘടനയിലെ മാറ്റം സംഭവിക്കുന്നത്. അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ സ്ട്രക്ചറിലെ വ്യത്യാസം വരുന്നത്. ഇപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ ഈ മെൻസസ് ആയിട്ടുള്ള പിള്ളേരില്ലേ, ചെറിയ കുട്ടികള്, 5ാം ക്ലാസ്സിൽ ഇപ്പോ 6th സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പൊ പീരീഡ്സ് ആവുന്നുണ്ട് അല്ലെ? കുട്ടികളെ മെൻസ്ട്രേഷൻ സൈക്കിളിൽ എത്തിച്ചേരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ആ കുട്ടികളുടെ ഫിസിക്കൽ ഫീച്ചർ ഒന്ന് നിങ്ങൾ നോക്കിയേ. ആ ഒരു പീരീഡ്സ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നതിന് മുന്നേ വരെ ആ കുട്ടികൾ എങ്ങനെയായിരുന്നു? മെൻസ്ട്രേഷൻ സംഭവിക്കുന്നതിന് മുന്നേ വരെ അവരെ ഫിസിക്കലി എങ്ങനെയായിരുന്നു? നോർമൽ ആയിരിക്കും. അധികമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ കാണുന്നില്ല. പക്ഷെ ഈ ഒരു മെൻസ്ട്രേഷൻ പീരീഡ്, ആ ഒരു ബയോളജിക്കൽ ഇവന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത്? ഒരു ബോഡിയിൽ നല്ല മാറ്റങ്ങൾ കാണാൻ കഴിയും. നല്ല വ്യത്യാസങ്ങൾ വരും കുട്ടികൾക്ക് അല്ലെ? അവരുടെ ശരീരത്തിലാണ് ആ വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ പീരീഡ്സ് ആയതിനു ശേഷം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വണ്ണം വെക്കും, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഫേസിലൊക്കെ ഭയങ്കര ചേഞ്ചസ്, ഫേസിൽ നിറച്ച് പിമ്പിൾസ് വരുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ഫേസ് തന്നെ മാറിപ്പോവാറുണ്ട് അല്ലെ? അവിടെ എന്ത് സംഭവിക്കുന്ന ഒരു കോശം സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലായിട്ടോട് സംഭവിക്കുന്നുണ്ട്. കോശ വിഭജനങ്ങൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിലാണ് ആ കുട്ടിയുടെ വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ ഇത് ബോയ്സില്, നമ്മൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു 14 വയസ്സായ ആൺകുട്ടികൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്? വോയിസിന്റെ മോഡുലേഷൻ മാറും, വോയിസ് മോഡുലേഷൻ മാറുന്നു അല്ലെ? മീശ വളരുന്നു, മീശ പാലയൊക്കെ വളരുന്നു, അതുപോലെ പിമ്പിൾസ് അവർക്ക് വരാറുണ്ട്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഹൈറ്റ് വയ്ക്കും. ഹൈറ്റിൽ ഇപ്പൊ 8ാം ക്ലാസ് വരെ ഹൈറ്റില്ലാത്ത ആള് 9th വെക്കേഷന് പോയി 10th വരുന്ന സമയത്ത് പെട്ടെന്നാണ് ആൾക്ക് ചേഞ്ചസ് സംഭവിച്ചത് അല്ലെ? നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇത് തിയറി ആയിട്ട് ഇങ്ങനെ പഠിക്കുന്ന റിയൽ ലൈഫായിട്ട് നിങ്ങളൊന്ന് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? കുട്ടികളിൽ നടക്കുന്ന വ്യത്യാസങ്ങളാണ്. ഓരോ മെൻസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് ആണ് അല്ലെ? ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് ശാരീരികമായിട്ട് മാത്രമാണോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്?
ആണോ? ഇല്ല മെന്റലി കൂടി മാറ്റം വരും. ഫീലിങ്സ് എല്ലാം ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സമയത്ത് നമുക്ക് പറയാം, നമുക്കറിയാലോ എങ്ങനെയാണെന്ന്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്പീച്ച്ലെസ് ആണ് ആ ഒരു കാര്യം. ഏത് തരം ഫീലിംഗിലൂടെയും ചിലപ്പോൾ കുട്ടികൾ കടക്കുക. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി പീരീഡ്സ് ആയതിനു ശേഷം ചിലപ്പോൾ എന്താണ് സൈലന്റ് ആയിട്ടുള്ളവരുണ്ട് അല്ലെ, വേർഡ്സ് സെക്ഷനിലേക്ക് പോയവരുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ സൈലന്റ് ആയവര് നേരെ തിരിച്ചും വന്നിട്ടുണ്ട്, ആക്റ്റീവ് ആയിട്ടവരുണ്ട്. ഓരോ ഇമോഷൻസ് ചേഞ്ചസ് ഒക്കെ വന്ന് സംഭവിച്ച് പല രീതിയിലുള്ള പല വ്യതിയാനങ്ങൾ പലതിനും സംഭവിക്കുന്നു അല്ലെ. നമുക്ക് ആരുടെയും ഒരേപോലെ പറയാൻ പറ്റില്ല. നല്ലതും അതല്ലേ ചീത്തയും മാം ഇമോഷണൽ ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇമോഷണൽ ചേഞ്ചസ് വരുന്നുണ്ട്. മൂഡ് തിങ്സ് ഉണ്ടാവും. മൂഡ് സ്വിങ്സ് നമ്മൾ ശരിക്കും മെൻസ്ട്രൽ പീരീഡ് കടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ ഒരു പീരീഡ് കഴിഞ്ഞുപോയവരാണ്. പക്ഷെ ആ സമയത്തൊന്നും ഇതിന്റെ തീവ്രത എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പഠിച്ചു വന്ന ഓരോ കാര്യങ്ങളൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്നു പോയിരുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഓക്കെ, യെസ്. അപ്പോ എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? വളർച്ച എന്ന് പറയുന്നത് എന്താണ്? വളർച്ച എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, സ്ട്രക്ചറൽ ആണ്. കാണാൻ സാധിക്കുന്ന ഒരു മാറ്റമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ വർധനവ് മൂലമാണ് നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ മൂലമാണ് നമുക്ക് ചേഞ്ചസ്, സൈസസ് ഒക്കെ വ്യത്യാസം വരുന്നത്. ഓക്കെ, യെസ്. ഇതിന്റെ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവരെ ഒരു കാര്യം ചെയ്യണം, എടുത്ത 2 പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. എല്ലാവരും എടുക്കുന്ന ദിവസം തന്നെ വായിച്ചു പോകാൻ നോക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളുടെ പോലെ തന്നെ നമുക്കും പഠിക്കാനായിട്ട് ഉത്തരവാദിത്വം വരെയാണ്. എടുക്കുന്നത് പോലെ അന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമ്മളിത് മറന്നു പോകും. നിങ്ങൾ കുറെ പേര് ഗ്യാപ്പ് ഇട്ട് വന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ 1, 2, 3 വട്ടം വായിക്കുക. ഓക്കെ, യെസ്. എന്നിട്ട് സ്വയം മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. പഠിച്ചു വെക്കുക. ഓരോ ഭാഗങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ പഠിച്ചു വയ്ക്കും. നിങ്ങളിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും കേട്ടോ. നിങ്ങളിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. യെസ്, എത്ര എടുക്കുന്നുള്ളൂ എന്ന്. അപ്പൊ സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മാം. ആരാണ്? ഉമൈറ. ഉമൈറ പറഞ്ഞോളൂ. ഞാനൊരു മാപ്പിള സോങ് ആണ് പാടുന്നത്. പൂമരം തിരുനബി നേരിൻ സ്വരം ഏകിയാകയും ഗുണം മധുരിതറൂം വരം വരികളിലൊഴുകിയ രാഗം നബി തെരുനൂറിൻ മാതിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി അഴകൊത്ത മഹമൂദി അരികത്തായി അണയേണം അഴകൊത്ത മഹമൂദിൻ അരികത്തായി അണയേണം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ ആദിയായി മുന്തിയൊരിസ്മിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി തങ്ങളെ ത്വാഹാനിലാവേ തണല് നൽകിടുമോ പാവമേ ഞാൻ പാടിടുന്ന പാട്ട് കേട്ടിടുമോ ധന്യമദീന നാട്ടിലൊരോമൻ പൂവായ കണ്ണിമ ചിമ്മാതി നൂറേ നോക്കിടാം താജര മണ്ണിലിറങ്ങണമേലെ മുകിലിൻ തൂവലിൽ പൊഴിയുവതെന്തിനി കാത്ത് കാത്തി രാപ്പകലും നീക്കിടാം ഇരുളിൽ ഞാനലയുന്നു നബിയേ ഹൃദയം വേദനിക്കുന്നു നിധിയേ ഇന്നോളം ചെയ്ത പാപങ്ങൾ ഇവനിൽ ആദ്യേറ്റുന്നു തനിയേ വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ്
മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പോകാൻ മോഹമായി. സൈൻ ഔട്ട് ഉമേറ. വെരി ഗുഡ്, നന്നായിട്ട് പാടി കേട്ടോ, നല്ല മക്കളുടെ പാടാം. ഓക്കെ, അപ്പൊ താങ്ക് യു സ്റ്റുഡൻസ്. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you, miss. Thank you. Thank you, ma'am. Thank you, ma'am. ഗ്രൂപ്പിൽ